ആ എന്തോ അമ്മ കഴിക്കാൻ? കഞ്ഞിയാ മാളു. എന്നീ കഞ്ഞിയല്ലാതെ വേറെ ഒന്നും ഇല്ലേ? ദാ ബ്രെഡ് ഇരിക്കുന്നു, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കും. പിന്നെ കാര്യം പറയട്ടെ, അച്ഛന്റെ ബർത്ത്ഡേ ആണ് 25-ാം തീയതി. നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ? എന്തോ സർപ്രൈസ്? ഒരു സ്കൂട്ടർ. സ്കൂട്ടറോ? അതിനൊക്കെ ഭയങ്കര പൈസ ആവത്തില്ലേ? ഞങ്ങളുടെ കുടുംബശ്രീയിലെ വൃത്തം വന്നായിരുന്നു. 1,20,000 രൂപയുടെ സ്കൂട്ടർ വെറും 60,000 രൂപയ്ക്ക് കിട്ടും. പിന്നെ വല്ല ഉടായ്പ ടീംസ് ആയിരിക്കും. ഉടായ്പൊന്നും ഇല്ലെന്ന്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് ചായ കുടിക്കുന്ന ഫോട്ടോ വരെ ഉണ്ട് അയാളുടെ കയ്യിൽ. അത് ഈ കാലത്ത് ആർക്കും എടുക്കാൻ പറ്റാത്തത്. ഏയുടെ കാലമല്ലേ ഇത്? അല്ലെങ്കിൽ തന്നെ പാതി വിലക്ക് സ്കൂട്ടർ അയാളുടെ തലയ്ക്ക് ദോളം ഉണ്ടോ? നീ വലിയ വലിയ കമ്പനികളുടെ CRPF ഫണ്ട് ചെയ്യോ? അതാ. CRPF അല്ല, CSR. അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഏർപ്പാടാ. അല്ല അമ്മ അപ്പൊ ഈ 60,000 രൂപ എങ്ങനെ ഒപ്പിക്കും? അതൊക്കെ ഉണ്ട്, നീ വാ പറയാം. പറ. ഞങ്ങൾ 5 പേര് ഗ്രൂപ്പായിട്ടാണെങ്കിലും വെട്ടൂറ്റ് ഫിനാൻസുകാർ ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഭയങ്കര പലിശയല്ലേ? അല്ല ആരെയും 5 പേര്? ഞാനും, സരസ്വതി അമ്മ, രത്നമ്മ ചേച്ചി, മണിയമ്മ ചേച്ചി, ശ്രീദേവി ചേച്ചി. ഇവരെല്ലാരും സ്കൂട്ടർ വാങ്ങാൻ പോവാ? അല്ലെന്നേ, ഫോണ്, ലാപ്ടോപ്പ്, പിന്നെ എന്തെല്ലാം സാധനങ്ങൾ സുളു വിലക്ക് കിട്ടും. മണിയമ്മ ചേച്ചിക്കും രത്നമ്മ ചേച്ചിക്കും ലാപ്ടോപ്പ്. ഈ ചുമ്മാതെ കിട്ടുന്നതില്ലയോ, അവർക്ക് കൊടുത്ത് കാശ് മേടിച്ചു കൂടായോ? നമുക്ക് സ്കൂട്ടർ കിട്ടിയാൽ അന്നേരെ കൊടുത്ത് കാശ് മേടിക്കണം. 1,20,000 സ്കൂട്ടർ വിറ്റാൽ 1,10 കിട്ടും. നമ്മുടെ മുടക്കെത്ര? 60,000 രൂപ. അപ്പൊ ലാഭം എത്ര? നീ അതങ്ങ് ഇറക്ക്, 50,000 രൂപ. അപ്പൊ അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കാനൊന്നും അല്ല. അങ്ങനെ പറഞ്ഞല്ല അച്ഛൻ സമ്മതിക്കത്തുള്ളൂ. നീ തൽക്കാലം ആരോടും പറയണ്ട. ഓക്കെ? ഓക്കെ. എന്തുവാ ഇത്? എന്തുവാടി? എന്തൊരു കോലവാ. നാടകം എന്ന് പറയാൻ എന്തോ കാണിക്കാവോ? ഒഴുങ്ങിയ താറാമട്ട് കുടിച്ചു വെച്ചിരുന്ന ഇപ്പൊ. എടി, നാടകത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? നാടകം ഈ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ വെറുതെ ഈ ഫോണും കുത്തി പിടിച്ചോണ്ടിരുന്നാൽ ചരിത്രം പഠിക്കാം കേട്ടോ. എടി സീമേ, നീ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചെന്റെ തവണ എന്നാ അടയ്ക്കണ്ടേ? ആ ഗിഫ്റ്റ് എന്നാ കിട്ടുന്നത്? അത് ഉടനെ കിട്ടും. പക്ഷെ 4 പേരെ കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് അവർ പറഞ്ഞായിരുന്നു. അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ കിട്ടും. നീ വന്നേ, ബാബാ ബാ, മാളൂക്ക് വന്നേടി ബാ. ആ ഇതേ നോക്കി, പാതി വിലയ്ക്ക് സ്കൂട്ടർ, കോടികൾ തട്ടിച്ച യുവാവ് അറസ്റ്റ്. അയ്യോ, ഇത് അയാളല്ലയോ? നേതാക്കന്മാരോട് ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. എടി, പോസിന് പട്ടിത്തീട്ടം കിട്ടുമെന്ന് പറഞ്ഞാൽ ചാടി വീഴാൻ നിന്നെ പോലെ കുറെ ആളുകളുണ്ട്. പിന്നെ ഫ്ലെക്സിലും പോസ്റ്റിലും പടം വരും, എന്തിനും നക്കാപ്പിച്ചം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന കുറെ നേതാക്കന്മാർ. അപ്പൊ ഇതല്ല, ഇതിനപ്പുറവും ഇവിടെ നടക്കും. എന്റെ 60,000 രൂപ. അതേ ഉള്ളോ? ബാക്കി പലിശയോ? എനിക്ക്